പാർട്ടിക്ക് വഴങ്ങിയെങ്കിലും പ്രവർത്തകരെ കൂടെ നിർത്തി മുന്നോട്ടു പോകാൻ തന്നെയാണ് പി.വി. അൻവർ എം.എൽ.എയുടെ തീരുമാനം. തന്നെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിയോടുള്ള അനിഷ്ടം തുറന്നു കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫേസ്ബുക്ക് കവർ ചിത്രം അൻവർ നീക്കം ചെയ്തു. ഇതോടെ പാർട്ടിയെ തള്ളാതെ മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തി തുറന്നു പറയുകയാണ് അൻവർ. അനുനയത്തിന്റെ പാത സ്വീകരിക്കുമ്പോഴും നിലവിലെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് ആവർത്തിക്കുന്നുണ്ട് പി.വി. അൻവർ. പാർട്ടിയും മുഖ്യമന്ത്രിയും തള്ളിപ്പറഞ്ഞത് അംഗീകരിച്ച പി.വി. അൻവർ പക്ഷേ പാർട്ടിയോടാണ് തന്റെ വിധേയത്വമെന്ന് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പമുള്ള ചിത്രം സമൂഹ മാധ്യമത്തിൽ നിന്ന് പി.വി. അൻവർ പിൻവലിച്ചത്. മുഖ്യമന്ത്രിക്ക് പകരം പ്രവർത്തകരോടൊപ്പം നിൽക്കുന്ന ചിത്രം കവർ ചിത്രമാക്കിയാണ് അൻവർ തന്റെ അനിഷ്ടം പ്രകടമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്യ പ്രസ്താവന നിർത്തിയെന്ന് പറയുന്നത് താൽക്കാലിക വെടിനിർത്തലായി തന്നെ കണക്കാക്കേണ്ടി വരും. CPM സംഘടനാ സമ്മേളനങ്ങൾ നടക്കുന്ന സമയമായതിനാൽ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത് രാഷ്ട്രീയമായും വ്യക്തിപരമായും തനിക്ക് തിരിച്ചടിയാകുമെന്നത് കണ്ടുകൂടിയാണ് അൻവർ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ചയായതിനേക്കാൾ ഗൗരവത്തിലായിരിക്കും ഇനി വരാൻ പോകുന്ന ലോക്കൽ സമ്മേളനങ്ങളിൽ പി.വി. അൻവറുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ ചർച്ചയാവുക. അതിന് മറുപടി പറയേണ്ടത് സംസ്ഥാന നേതൃത്വമുള്ള നേതാക്കളുമാകും. അതുകൊണ്ട് തന്നെ നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തും. ഇത് തനിക്ക് വ്യക്തിപരമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് അൻവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് പാർട്ടിയെ അനുസരിച്ച മുഖ്യമന്ത്രിയോടുള്ള അതൃപ്തി അൻവർ പരസ്യമായി വ്യക്തമാക്കുന്നത്. പി.വി. അൻവറിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ നൽകിയ കത്ത് മുഖ്യമന്ത്രിക്ക് മുന്നിലുണ്ട്. ഇതെല്ലാമാണ് അൻവറിന്റെ പിന്മാറ്റത്തിന് കാരണമെന്നാണ് സൂചന. അതേസമയം അൻവറിന്റെ ആരോപണങ്ങളെ പിന്തുണച്ച സർക്കാരിനെ ആക്രമിച്ച പ്രതിപക്ഷം ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അൻവർ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിന് ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ADGPക്കെതിരായ വിമർശനം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് UDF തീരുമാനിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.